സാറേ, ഇന്ന് ദുഃഖവെള്ളിയല്ലേ, ഇന്നും ജോലിയോ? അതിന് പാലത്തിന് അവധിയില്ലല്ലോ. കപ്പലുകളും വരും, ട്രെയിനുകളും വരും. അവരുടെ എല്ലാം ജീവന്റെ കാര്യമാണ്. അപ്പാ, ഞാൻ വന്നു. മോനെ, നീ എന്താ ഇവിടെ? എനിക്ക് വെക്കേഷൻ അല്ലേ അപ്പാ, അപ്പനോട് പറഞ്ഞല്ലേ ഇന്ന് ഞാൻ അപ്പന്റെ കൂടെ ഉണ്ടാവും. പ്ലീസ്. പക്ഷെ എന്റെ അടുത്തുനിന്ന് യന്ത്രഭാഗത്തിന്റെ അടുത്തേക്കൊന്ന് പോകരുത് കേട്ടോ. ഞാനിവിടെ അടങ്ങിയിരുന്നോളാം അപ്പാ, എന്നെ പറഞ്ഞു വിടല്ലേ. ശരി ശരി അപ്പാ. മോനങ്ങ് വലുതായല്ലോ സാറേ. പക്ഷേ എനിക്ക് അവനിപ്പോഴും എൻ്റെ കൈക്കുഞ്ഞ് തന്നെയാ. ഒരു കുഞ്ഞിന് വേണ്ടി അപ്പ എന്ന് വിളിക്കു വേണ്ടി ഞാൻ എത്ര വർഷം കാത്തിരുന്നു എന്നറിയാമോ? ഇന്നിപ്പം ഇവൻ മാത്രമാണ് എൻ്റെ ലോകം. അപ്പാ, പാലം ഉയർന്നു. അതെ മോനെ, ഇതാണ് അപ്പയുടെ ജോലി. അപ്പാ, ഈ ഗിയറുകൾ എത്ര വലുതാണ്. മോനെ, യന്ത്രത്തിന്റെ അടുത്തേക്ക് പോകരുത് കേട്ടോ. സാറേ, മോൻ ഗീറുകൾക്കിടയിൽ വീണു. മോനെ! അപ്പാ, എന്റെ കാല് കുടുങ്ങി, എന്നെ രക്ഷിക്ക്. സാറേ, പറ്റില്ല. ഗിയറുകൾ ഇറങ്ങിയാൽ മോൻ. സാറേ, ഇന്ന് ട്രെയിൻ നേരത്തെയാണല്ലോ, എന്തു ചെയ്യും? അയ്യോ ദൈവമേ, എന്റെ കുഞ്ഞ്! ഞാൻ എന്താ ചെയ്യാ? ട്രെയിനും വരാറായല്ലോ. മോനെ! അപ്പാ, എനിക്ക് പേടിയാകുന്നു, എന്നെ രക്ഷിക്ക്. സാറേ, ട്രെയിൻ അടുത്തു വരികയാണ്, തീരുമാനിക്കണം. ദൈവമേ, ഞാൻ എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പോയാ ആ ട്രെയിനിലുള്ളവരെല്ലാം ജീവൻ പോകും. അപ്പാ, അപ്പാ, എന്നെ വിട്ടു പോകരുതപ്പാ. ദൈവമേ, എന്റെ മകനെ ഏറ്റുവാങ്ങണേ. ഈ യാത്രക്കാരെ എല്ലാം രക്ഷിക്കണേ. ആ ട്രെയിനിലുള്ളവരെല്ലാം ജീവന് വേണ്ടി ഞാൻ എന്റെ കുഞ്ഞിനെ തകർക്കുകയാണ്. ട്രെയിൻ സുരക്ഷിതമായി കടന്നുപോയി, എല്ലാവരും രക്ഷപ്പെട്ടു. പക്ഷേ അവരറിഞ്ഞില്ല, അവരാരും അറിഞ്ഞില്ല. അവർ മരിക്കേണ്ട സ്ഥാനത്ത് ഒരു കുഞ്ഞു ജീവൻ നുറുങ്ങിയത്. കോരെ, എന്റെ മോൻ, അവൻ എന്നെ വിളിച്ചു. അപ്പ എന്നെ വിട്ടുപോകരുതേ എന്ന് അവൻ എന്നോട് പറഞ്ഞു. ഞാൻ അവനെ വിട്ടുകളഞ്ഞു. എന്റെ പൊന്നുമോനെ ഞാൻ വിട്ടുകളഞ്ഞു. എന്റെ പൊന്നുമോനെ ഞാൻ വിട്ടുകളഞ്ഞു. എന്റെ പൊന്നുമോനെ ഞാൻ വിട്ടുകളഞ്ഞു. ഓരാ ലോകം പാപത്തിന്റെ ഇരുളിൽ വഴിതെറ്റി നിന്നപ്പോൾ സ്വർഗം ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയ മറുപടിയായിരുന്നു കാൽവരി. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രയധികമായി ഈ ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹം വെറും വാക്കുകളായിരുന്നു. അത് മുറിവേറ്റ കൈകളും ചിന്തിയ ചോരയും നിലച്ചുപോയ ഹൃദയമിടിപ്പുമായിരുന്നു. നമ്മുടെ ശിക്ഷ അവൻ ഏറ്റെടുത്തു, നമ്മുടെ മരണം അവൻ വരിച്ചു. ആ മരക്കുരിശിൽ തൂങ്ങിയത് വെറുമൊരു മനുഷ്യനല്ല, മറിച്ച് നിങ്ങളെയും എന്നെയും വീണ്ടെടുക്കുവാൻ വന്ന ദൈവത്തിൻ്റെ അളവറ്റ കരുണയായിരുന്നു. ഇന്ന് ആ ബലി പൂർത്തിയായിരിക്കുന്നു. ഇരുൾ മായുന്നു, വഴി തുറക്കപ്പെട്ടിരിക്കുന്നു. ആ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങാം. കാരണം അവൻ മരിച്ചത് നാം ജീവിക്കേണ്ടതാണ്.